ഡിയർ പേരൻസ്, വളരെയധികം പ്രതീക്ഷയോടെയാണ് നിങ്ങൾ നിങ്ങളുടെ മക്കളുടെ നീറ്റ് പ്രിപ്പറേഷൻ, നീറ്റ് ജേർണി സ്റ്റാർട്ട് ചെയ്ത്. അപ്പോൾ അവരുടെ ഒപ്പം തന്നെ എല്ലാ സ്റ്റേജിലും നിങ്ങളും എല്ലാ മോട്ടിവേഷനും കൊടുത്ത് കൂടെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരാവശ്യപ്പെട്ട പോലെയുള്ള സൗകര്യങ്ങളും സെൽഫ് സ്റ്റഡിക്കുള്ള അവസരമാവട്ടെ, ക്ലാസ്സുകൾ കാണാനുള്ള അവസരമാവട്ടെ, അതൊക്കെ നിങ്ങൾ ക്ലാസ്സുകൾ പോയി അറ്റൻഡ് ചെയ്യാനുള്ള അവസരമാവട്ടെ, എല്ലാം നിങ്ങൾ നിങ്ങളുടെ ബെസ്റ്റ് ഓഫ് ഫെസിലിറ്റീസിൽ അവർക്ക് ചെയ്തു കൊടുത്തിട്ടുണ്ട്. കുറേയൊക്കെ പേരൻസിന് അത് ചെയ്തു കൊടുക്കാൻ പറ്റാത്തതിൻ്റെ ഒരു വിഷമം ഉണ്ടായിരിക്കും. കാരണം മക്കൾ ആവശ്യപ്പെട്ടത് ഈ ഒരു രീതിയിലുള്ള ഒരു പഠനമായിരുന്നു, പക്ഷേ അത് അവർക്ക് കൊടുക്കാൻ പറ്റിയില്ല. അപ്പം നിങ്ങൾ ഇപ്പം ഫേസ് ചെയ്യുന്ന ഒരു വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ രണ്ട് രീതിയിലുള്ള കാര്യങ്ങളുണ്ടെന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. ഒന്ന്, മക്കൾക്ക് ഏത് രീതിയിൽ പഠിക്കണം, ഏത് രീതിയിൽ ഇന്നത്തെ കാലത്തെ മക്കൾ പഠിക്കണം, ഏത് രീതിയിൽ ഇങ്ങനെയുള്ള എക്സാമുകൾക്ക് പ്രിപ്പയർ ചെയ്യണം എന്നുള്ള ഒരു ടിപ്സ് പറഞ്ഞു കൊടുക്കാനുള്ള മാത്രമുള്ള അറിവ് എനിക്കില്ലല്ലോ, അല്ലെങ്കിൽ എനിക്ക് അതിലൊരു എക്സ്പീരിയൻസ് ഇല്ലല്ലോ. അപ്പം മക്കൾക്ക് ഏറ്റവും നല്ല ബെസ്റ്റ് രീതിയിലുള്ള ഒരു ട്രെയിനിങ് തന്നെ കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്. കാരണം ഇന്നത്തെ കാലത്തെ മക്കൾക്ക് ഹൈലി കോമ്പറ്റീറ്റീവ് എക്സാമിന് വേണ്ടി പഠിക്കുന്ന മക്കൾക്ക് നമുക്കറിയാം, നമ്മളൊക്കെ പണ്ട് പഠിച്ച പോലെയുള്ള കൺവെൻഷണൽ മെത്തേഡ്സ് ഓഫ് ലേണിംഗ് അവർക്ക് ചിലപ്പം വർക്കൗട്ട് ആയിന്ന് വരില്ല. അപ്പോൾ അവരെ ഏറ്റവും നല്ല കോച്ചിങ് കൊടുത്ത്, ഏറ്റവും നല്ല രീതിയിൽ സിലബസ് പഠിക്കുന്ന, ഏറ്റവും നല്ല പ്രാക്ടീസ് കൊടുക്കുന്ന, ഏറ്റവും മോസ്റ്റ് മോഡേൺ ടെക്നോളജീസ് യൂസ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും സ്റ്റഡി മെത്തേഡാണ് നമ്മൾ അവർക്ക് ചെയ്തു കൊടുക്കേണ്ടത്, അല്ലേ? അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന ഒരുപാട് പേരൻസ് ഉണ്ട്. പിന്നെ ഇപ്പോൾ ഉള്ള പഠിക്കാൻ തുടങ്ങിയ മക്കളാണെങ്കിൽ പല ഇഷ്യൂസ് കൊണ്ടും അവർ ആക്റ്റീവായിട്ട് ആദ്യത്തെ സ്റ്റേജസിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. പക്ഷേ പല കാരണങ്ങൾ കൊണ്ട് ചിലപ്പോൾ മക്കൾക്ക് ഹെൽത്ത് ഇഷ്യൂസ് വന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിൽ എന്തെങ്കിലും ഇഷ്യൂ വന്നു, എന്തെങ്കിലും മെൻ്റലി അവരെ ഡിസ്റ്റർബ് ചെയ്ത് എന്തെങ്കിലും ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായി, അല്ലെങ്കിൽ നല്ല ആക്റ്റീവായി പഠിച്ചുകൊണ്ടിരുന്നായിരുന്നു പക്ഷെ പതുക്കെ മടി വന്നു, ഒരു ഡിസ്കണ്ടിന്യൂറ്റി വന്നു, അങ്ങനെ ഒരു ബ്രേക്ക് എടുത്തു. അപ്പോൾ കുട്ടികൾക്ക് കുറേ പെൻഡിങ് ടോപ്പിക്കായി. അപ്പോൾ ഇന്നത്തെ കാലത്തെ പേരൻസ്, ഇന്നത്തെ കാലത്തെ മക്കൾ ഒക്കെ നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കുന്നവരാണ്. അതായത് ഇന്നത്തെ കാലത്തെ മക്കൾ പേരൻസിനോടെല്ലാം തുറന്നു പറയാൻ ആഗ്രഹിക്കുന്നവരാണ്. ആൻഡ് ഇന്നത്തെ പേരൻസ് അവരെ കേൾക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. അപ്പോൾ നിങ്ങൾക്ക് അവരുടെ ഒരുവിധം പ്രശ്നങ്ങളൊക്കെ അറിയായിരിക്കും. ഞാനിത് പറയുമ്പോൾ പോലും നിങ്ങൾ ഓരോരുത്തരും, ഞാൻ എപ്പോഴും പേരൻസിനോട് വന്ന് എന്തെങ്കിലുമൊക്കെ മെസ്സേജ് പറയുമ്പോൾ നിങ്ങൾ കമൻസിലൂടെ മെസ്സേജിലൂടെ ഒക്കെ അറിയിക്കാറുണ്ട്. ശരിയാണ്, ഞങ്ങൾ ഇങ്ങനെ ചെയ്യാറുണ്ട്, ഞങ്ങൾ മക്കൾക്ക് ഇങ്ങനെ സപ്പോർട്ട് കൊടുക്കാറുണ്ട്, സ്മാർട്ട് ലേണിങ്ങിന് വേണ്ടിയിട്ട് ഞങ്ങൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. അപ്പം ഞങ്ങളെ കൊണ്ട് മാക്സിമം പറ്റുന്നത് പോലെ നല്ല ടെക് സാവിയൊക്കെ ആയിട്ടുള്ള പേരൻസ് ആണ് നിങ്ങളും ഒരുപാട് പേര്. നിങ്ങളുടെ മാക്സിമം നിങ്ങൾ കുട്ടികൾക്ക് ചെയ്തു കൊടുക്കാറുണ്ട്. സോ നിങ്ങളുടെ മക്കൾ നിങ്ങളോട് പല ഇഷ്യൂസും പറഞ്ഞിട്ടുണ്ടാവുമല്ലോ. സോ യു ആർ വെൽ അവെയർ വാട്ട് യുവർ ചൈൽഡ് വാണ്ട്സ് റൈറ്റ് നൗ അറ്റ് ദിസ് സ്റ്റേജ്, അല്ലേ? പക്ഷേ നിങ്ങൾക്കുള്ളൊരു കൺസേൺ ഇതായിരിക്കും. കുറച്ച് മക്കളൊക്കെ എന്നോട് പറയുന്നുണ്ട്, പേരൻസ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു കുട്ടി പറഞ്ഞു, ഞാൻ മലയാളം മീഡിയമാണ് പഠിക്കുന്നത്, എനിക്ക് ഇംഗ്ലീഷ് അറിയില്ല. അപ്പോൾ ഇംഗ്ലീഷ് അറിയുന്നവരെ, നല്ലപോലെ ലാംഗ്വേജ് ഒക്കെ അറിയുന്നവരെ ഇങ്ങനെയുള്ളൂ എക്സാമിനൊക്കെ പഠിച്ചിട്ട് കാര്യമുള്ളൂ എന്ന് എൻ്റെ പേരൻസ് പറയുന്നു, എൻ്റെ ഫാമിലി പറയുന്നു എന്നുള്ളത്. പിന്നെ കുറേ പേര് പറയുന്നുണ്ട്, പേരൻസ് പറയുന്നു, നീ ഇത്രയും നാളും പഠിച്ചിട്ട് നിനക്ക് ഇത്ര മാർക്കല്ലേ കിട്ടിയുള്ളൂ, പിന്നെ ഇനിയിപ്പോൾ അങ്ങോട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ നിനക്ക് നീറ്റ് എക്സാമിനൊക്കെ മാർക്ക് കിട്ടുമോ? കാരണം ഫ്രണ്ട്സിനെയും ബാക്കിയുള്ളവരെയൊക്കെ നോക്കുമ്പോൾ 2 വർഷമായിട്ടും ഒരു വർഷം ഫുള്ള് സമയം എടുത്തിട്ട് റെഗുലറായിട്ട് പഠിച്ചിട്ട് പോകുന്നവരാണ്. അപ്പോൾ അവരുടെ കൂടെ നീ ഇപ്പോൾ ഈ ഇത്രയും നാൾ ഉഴപ്പി ഇനി അങ്ങോട്ട് നിനക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിക്കാൻ പറ്റുമോ? അങ്ങനെയൊക്കെയുള്ള കൺസേൺസ് ഒക്കെ ഉണ്ട്. അപ്പം മക്കൾ പലരും പറയുന്ന ഇതാണ്, പേരൻസിന് ഞങ്ങളിൽ തന്നെ ഒരു കോൺഫിഡൻസ് ഇല്ല, അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ എന്താ മാം ചെയ്യുക, ഇനി പഠിക്കാനുള്ള കോൺഫിഡൻസ് അവർ തരുന്നില്ല, അതിനുള്ള സപ്പോർട്ട് അവർ തരുന്നില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളിപ്പം നടക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഇതാണ്, പേരൻസ്, ഇനി അങ്ങോട്ട് പഠിച്ചാലും നമ്മുടെ മക്കൾക്ക് നീറ്റിന് നല്ല സ്കോർ വാങ്ങാം. നീറ്റ് 2025 നല്ല സ്കോർ വാങ്ങാം, എൻ്റെ ഉറപ്പാണ്. കാരണം അത് സംഭവിച്ചിട്ടുള്ള കാര്യമാണ്. ബിക്കോസ് ഇവർ പഠിക്കുന്നത് ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിനാണ്. ഇവരുടെ ബോർഡ് എക്സാമോ സ്കൂളുകളിൽ നമ്മളൊക്കെ എഴുതിയിട്ടുള്ള എക്സാംസ് പോലെ ഒരുപാട് ഡിസ്ക്രിപ്റ്റീവ്, ഒരുപാട് കണ്ടൻറ്റ് പഠിച്ച്, ഒരുപാട് തിയറി പഠിച്ച് ഡിസ്ക്രിപ്റ്റീവായിട്ട് പോയി എഴുതുന്ന ഒരു പേപ്പർ അല്ലല്ലോ ഇത്. ഒരു നിശ്ചിത സിലബസ് ഉണ്ട്, അതിനെ ബേസ് ചെയ്തിട്ട് കുറച്ച് MCQ ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. അപ്പം ഈ സിലബസ് എത്ര നന്നായി മനസ്സിലാക്കുന്നു, അതെങ്ങനെ ക്വസ്റ്റ്യനിൽ അപ്ലൈ ചെയ്യുന്നു, സിലബസ് അറിയുന്നത് മാത്രമല്ല നീറ്റ് എക്സാമിൽ സ്കോർ കിട്ടാനുള്ള ക്രൈറ്റീരിയ. സിലബസ് നോളജ് ഈസ് ഓൺലി എ പാർട്ട് ഓഫ് ഇറ്റ്. ബാക്കി ഒരുപാട് കാര്യങ്ങളുണ്ട്. അതായത് അവർക്ക് എഫിഷ്യൻ്റ് ആയിട്ട് ഷോർട്ട് ടൈമിൽ കറക്റ്റ് ആൻസർ സെലക്ട് ചെയ്യാൻ പറ്റണം. ആ പാറ്റേൺ ഓഫ് ക്വസ്റ്റ്യൻസ് അവർക്ക് ഫെമിലിയർ ആയിരിക്കണം. ടൈം മാനേജ്മെൻറ്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇത്രയും ക്വസ്റ്റ്യൻസ് നിശ്ചിത ടൈമിൻ്റെ ഉള്ളിൽ ചെയ്ത് തീർക്കണം. അപ്പം അങ്ങനെ ഒരുപാട് ഫാക്ടേഴ്സ് ഇതിൻ്റെ ഉള്ളിൽ വരുന്നുണ്ട്. സോ കോമ്പറ്റേറ്റീവ് എക്സാമിന് ഒരിക്കലും സിലബസ് ആദ്യം മുതൽ അവസാനം വരെ പഠിക്കുക, കുറേ വർഷങ്ങളെടുത്ത് പഠിക്കുക, ഒരു ഫുൾ ഇയർ എടുത്ത് പഠിക്കുക, ദാറ്റ്സ് നോട്ട് വാട്ട് ഇസ് ഗോയിങ് ടു ഹെൽപ്പ് ദം സ്കോർ വെൽ. അപ്പോൾ പ്രിയപ്പെട്ട
പ്രിയപ്പെട്ട പാരൻസ് മനസ്സിലാക്കുക, ഇനി അങ്ങോട്ടാണെങ്കിലും നമുക്ക് സമയമുണ്ട്. നമ്മുടെ മക്കൾക്ക് ഏറ്റവും എഫക്റ്റീവായ രീതിയിൽ ഇനി അങ്ങോട്ടാണെങ്കിലും ഈ സിലബസ് പഠിക്കാം. ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്ന ഹൈ വെയിറ്റേജ് ചാപ്റ്റേഴ്സിന് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് അവർക്ക് അവരുടെ പ്രിപ്പറേഷൻ മുമ്പോട്ട് കൊണ്ടുപോകാം. അവർക്ക് അല്ലെങ്കിൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ള സബ്ജക്റ്റ് ഏതാണ് അതിനെ ഫോക്കസ് ചെയ്ത് നമുക്ക് അവരുടെ പ്രിപ്പറേഷനെ പ്ലാൻ ചെയ്യാം. അപ്പോൾ ഇതിനൊക്കെ നമുക്ക് അവസരമുണ്ട്. അപ്പം നിങ്ങൾക്ക് നിങ്ങളെ അലട്ടുന്ന മറ്റൊരു പ്രശ്നമായിരിക്കും, നിങ്ങളിപ്പോൾ ഓൾറെഡി അവരുടെ പഠനത്തിന് വേണ്ടി കുറേ ചിലവഴിച്ചിട്ടുണ്ടാകും, അല്ലെങ്കിൽ ഇനി അങ്ങോട്ട് ചിലവഴിക്കാനുള്ള ഒരു ഫിനാൻഷ്യൽ ഇത് നിങ്ങൾക്ക് ഉണ്ടാവില്ല. അപ്പോൾ ആ ഒരു പ്രശ്നത്തിന് നമുക്കൊരു പരിഹാരമുണ്ട്. ഫിനാൻഷ്യൽ ഓബ്സ്റ്റക്കിൾസ് ഇനി നിങ്ങൾക്ക് എന്താണെങ്കിലും ഉണ്ടാവില്ല. കാരണം സൈലം ഇതാ നിങ്ങൾക്കായിട്ടൊരു കിഡിലൻ ഓഫർ കൊണ്ടുവരികയാണ്. സൈലത്തിൻ്റെ ക്രിസ്മസ് ഓഫർ ആയിട്ടുള്ള എക്സ്മസ് 25. അതായത് ഈ ഓഫറിൽ സൈലത്തിൻ്റെ നീറ്റ് ഓൺലൈൻ കോഴ്സസിനെല്ലാം 25% ഓഫോട് കൂടി നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അങ്ങനെ നമ്മുടെ മക്കൾക്ക് അവരുടെ പഠനം സക്സസ്ഫുൾ ആയിട്ട് ഇനിയാണെങ്കിലും സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇനി ഇതുവരെ ഫീസ് അടച്ചു, ഇനി അങ്ങോട്ട് അടയ്ക്കാൻ പറ്റുന്നില്ല, അങ്ങനെയൊക്കെയുള്ള വിഷമിക്കുന്ന ഒക്കെ ആൾക്കാരാണ് നിങ്ങളെങ്കിൽ അത് നമുക്കിനി ഒരു പ്രശ്നമേ അല്ല. ബിക്കോസ് നമുക്കൊരു അടിപൊളി ഓഫർ വന്നിട്ടുണ്ട്. എക്സ്മസ് 25 എന്ന് പറയുന്ന ഈ കൂപ്പൺ കോഡ് ഉപയോഗിച്ച് നിങ്ങൾക്ക് സൈലത്തിൻ്റെ ആപ്പിലൂടെയും ഈ കാണുന്ന നമ്പറിലും വിളിച്ചിട്ട് ഈ പർച്ചേസ് ചെയ്യാവുന്നതാണ് 25% ഓഫറോട് കൂടി. അതുകൂടാതെ സൈലത്തിൻ്റെ മറ്റു പല ഓൺലൈൻ കോഴ്സസിലും നിങ്ങൾക്ക് ഈ ഓഫർ അവൈലബിൾ ആണ്. പക്ഷേ അത് ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കാനായി നിങ്ങൾ ഈ നമ്പറിൽ വിളിക്കുക. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കിട്ടുന്നതാണ്. പക്ഷേ നീറ്റ് എക്സാം ആണ് നിങ്ങളുടെ ഗോളെങ്കിൽ, നിങ്ങളുടെ മക്കൾ ഇനിയാണെങ്കിലും പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്, അവർ നീറ്റിൽ നല്ലൊരു സ്കോർ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇനി ഒട്ടും വൈകരുത്. പാരൻസ്, പ്ലീസ് ഡോണ്ട് വേസ്റ്റ് ടൈം. പ്ലീസ് അവെയിൽ ദിസ് ഓഫർ അറ്റ് ദി ഏർലിയസ്റ്റ് ബിക്കോസ് ദർ വിൽ ബി ലിമിറ്റഡ് സീറ്റ്സ് അവൈലബിൾ. അപ്പോൾ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഓഫർ അവെയിൽ ചെയ്യുക, ഉടനെ തന്നെ രജിസ്റ്റർ ചെയ്യുക. ആൻഡ് സോ നമ്മുടെ മക്കൾക്ക് ഏറ്റവും നല്ല സൗകര്യം നമ്മൾക്ക് ഇനിയാണെങ്കിലും ഒരുക്കി കൊടുക്കാം. സോ ഡോണ്ട് വറി about it and we are all with you. So hurry up and all the very best.